സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷമുള്ള കുറച്ച് കാലഘട്ടങ്ങൾ. അവിടെ മുജ്തഹിദുകളായ സഹാബികൾ അവർക്കിടയിൽ ചില വീക്ഷണ വ്യത്യാസങ്ങളാൽ അവർ രണ്ട് കൂട്ടരായിക്കൊണ്ട് രണ്ട് വീക്ഷണത്തിലായി നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, അങ്ങനെ മുസ്ലിമീങ്ങൾ രണ്ട് വീക്ഷണങ്ങളിലായി നിൽക്കുന്ന ആ സമയത്ത് ചില ആളുകൾ സഹാബികളുടെ കൂട്ടത്തിൽ അതിലൊന്നും ഇടപെടാതെ, ആ ചർച്ചയിലേക്കോ ആ വിഷയത്തിലേക്കോ ഇടപെടാതെ മാറി നിൽക്കാറുണ്ടായിരുന്നു. ആ മാറി നിന്ന സഹാബികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത 10 സഹാബികളിൽപ്പെട്ട സഹാബിയാണ്. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി അമ്പെറിഞ്ഞ സഹാബിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ 4ഓളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിലാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ പല ശ്രേഷ്ഠതകളുമുള്ള സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷമുണ്ടായ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ, ഈ വീക്ഷണ വ്യത്യാസങ്ങളിൽ മാറി നിന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ മകൻ വന്നൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ മറ്റൊരു മകൻ ആമിർ ബിൻ സഅദ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, കാന സഅദ് ബിൻ അബി വഖാസ് ഫീ ഇബ്ലിഹി. ഒരിക്കൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ ചർച്ചകളിലൊന്നും ഇടപെടാതെ മാറി നിന്ന് അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളും ആടുകളും കൃഷിയുമായി മറ്റുമെല്ലാം നോക്കിക്കഴിയുന്ന കാലഘട്ടം. അങ്ങനെ അദ്ദേഹം ഒരൊട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് ഫജാഅഹു ഇബ്നുഹു ഉമർ, അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ ഉമർ എന്ന പേരുള്ള മകൻ വന്നു. ഉമർ ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന സജീവമായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വന്നു. ഫലമ്മാ റആഹു സഅദ്, ഈ മകൻ വരുന്നത് കണ്ടപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി മിൻ ശർരി ഹാദർ റാകിബ്, ഈ വരുന്ന യാത്രക്കാരന്റെ, ഈ വരുന്ന വ്യക്തിയുടെ ഷർറിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഫനസല ഫഖാല ലഹു, അങ്ങനെ ആ മകൻ വരികയും വന്ന് ഉപ്പയായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അൻസൽത ഫീ ഇബ്ലിക് വഗനമിക് വതറക്ത الناس يتنازعون في الملك, താങ്കൾ ഇവിടെ താങ്കളുടെ ഒട്ടകത്തിന്റെയും താങ്കളുടെ ആടിന്റെയും താങ്കളുടെ മറ്റു കാര്യങ്ങളും നോക്കിയിരിക്കുകയാണോ? ജനങ്ങളതാ അവിടെ ഒരു വിഷയത്തിൽ ആരാണ്, എങ്ങനെയാണ് അടുത്ത അധികാരം, അതുപോലെ തന്നെ അതുപോലെയുള്ള ചർച്ചകളിൽ അവരെന്ത് ചെയ്തിരിക്കുന്നു, അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. താങ്കൾ അതിൽ തീരുമാനം പറയാനോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനോ എല്ലാം യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ്. താങ്കളുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈയെടുത്ത് ഈ മകന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്കുത്, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു, നീ നിശബ്ദനാവുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ അത്തഖിയ അൽ ഗനിയ അൽ ഖഫിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നു. എന്താണ് ആ അടിമയുടെ വിശേഷണങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവൻ തഖ്വയുള്ളവനാണ്, തഖിയാണ്, അതുപോലെ തന്നെ ഗനിയാണ്, ജനങ്ങളിൽ നിന്ന് ധന്യനായി ജീവിക്കുന്നവനാണ്, ഖഫിയാണ്, ഗോപ്യനായിട്ടുള്ളവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള വിശേഷ ഗുണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെട്ടിട്ടുള്ള, ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുള്ള വിശേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ആ ഇഷ്ടപ്പെടാനുള്ള ഗുണങ്ങൾ, വ്യത്യസ്തമായ ഗുണങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഹദീസിൽ വന്നിട്ടുള്ള 3 ഗുണങ്ങളാണ് നാം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം നേടാൻ നമുക്ക് ഉപകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് തഖിയായിരിക്കണം, അഥവാ തഖ്വയുള്ളവനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന, രഹസ്യത്തിലും പരസ്യത്തിലും അവൻ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുന്ന, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, അവന്റെ വിരോധനങ്ങൾ ഒഴിവാക്കുന്ന ആളുകളായിരിക്കണം നാം ഓരോരുത്തരും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ മഹത്തരമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നുള്ളതാണ്. വൽ അമലു ബിത്തൻസീൽ, ഇറങ്ങിയിട്ടുള്ള അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച്, അല്ലാഹുവിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് അല്ലാഹുവിനെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോകേണ്ട, പരലോകത്തേക്കുള്ള യാത്ര തിരിക്കേണ്ട ആ ലോകത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറഞ്ഞത് കാണാം. അത് സഹോദരങ്ങളെ നാം പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് നമുക്ക് അല്ലാഹുവിനോട് തഖ്വ കാണിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. സഹാബി ശ്രേഷ്ഠനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു തഖ്വയെ പറ്റി പറഞ്ഞു, തമാമുത് തഖ്വ അയ്യത്തഖിയല്ലാഹൽ അബ്ദു ഹത്താ യത്തഖീഹ് മിൻ മിസ്ഖാലി ദർറത്തിൻ. തഖ്വയുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരടിമ തന്റെ റബ്ബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നിസ്സാരമായ വളരെ ചെറിയ കാര്യങ്ങൾ പോലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതാണ്. വഹത്താ യത്രുക ബഅദ മാ യറാ അന്നഹു ഹലാൽ, അവൻ അങ്ങനെ ആ സൂക്ഷിക്കുന്നതിലൂടെ ഹലാലായി അവൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ പോലും അവൻ ഒഴിവാക്കുന്ന അവസ്ഥയിലെത്തും. ഖശിയത അൻ യകൂന ഹറാമൻ, അത് ഹറാമിലേക്ക് എത്തിച്ചേരുമോ, അല്ലെങ്കിൽ ഹറാമിൽ എന്നെ വീഴ്ത്തിക്കളയുമോ എന്നുള്ള ഭയം കൊണ്ട് ഹലാലിൽ പോലും ചിലത് വിട്ടുകളയുന്ന അവസ്ഥയിൽ അവൻ എത്തിച്ചേരും. അപ്പോഴാണ് ഒരാൾ തഖ്വയുടെ പൂർത്തീകരണത്തിൽ എത്തുന്നത് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള അടിമകളായി നാം മാറണം. രണ്ടാമത്തെ വിശേഷണം ഈ ഹദീസിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു കൊടുത്ത ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം നേടാൻ ആവശ്യമായിട്ടുള്ളത് ഗനിയാവുക എന്നുള്ളതാണ്. ഗിനയുണ്ടാവുക, ധന്യനാവുക, ജനങ്ങളിൽ നിന്ന് ആശ്രയിക്കാതെ, ജനങ്ങളോട് യാചിക്കാതെ, ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ, ജനങ്ങളുടെ മുമ്പിൽ തന്നെ നിന്ദ്യത കാണിക്കാതെ, അള്ളാഹുവിൽ ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് അവന്റെ ഖൽബ് ഗനിയാവുക. അവന്റെ കയ്യിൽ സമ്പത്തില്ല എങ്കിലും അവന്റെ ഖൽബിൽ ധന്യത ഉണ്ടാകുന്ന അവസ്ഥ, അതാണ് ഗിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുന്ന് ഗിന എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കാണാം. ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറബ്, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടായി എന്നുള്ളതല്ല ഗിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, എന്നാൽ ഒരാളുടെ ധന്യത എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തത്തിനുണ്ടാവുന്ന ആ ധന്യതയാണ്, അവന്റെ സ്വന്തത്തിനുണ്ടാവുന്ന ധന്യതയാണ്. സഹോദരങ്ങളെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ധാരാളം സമ്പത്തും സൗകര്യം ലഭിച്ചിട്ടുള്ള ആളുകൾ പോലും അവർ അതിനെയും വർദ്ധിക്കണമെന്നുള്ള നിലക്ക് അവർക്കുള്ളതിൽ തൃപ്തിപ്പെടാതെ ഇനിയും വർദ്ധിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അവർ ദരിദ്രരാണ്. ഈ ചിന്തയിൽ ജീവിക്കുന്നതോടുകൂടി അവർക്ക് ലഭിച്ചിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഹക്ക് വീടാതെ അവർ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്ത് അവർക്ക് ആസ്വദിക്കാനോ ഉപയോഗിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥ ധന്യത എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ നഫ്സിന്, ഒരാളുടെ മനസ്സിന് കൊടുക്കുന്നതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, വഇന്നമാ യഹ്സുലു ഗിന നഫ്സ് ബിഗിനൽ ഖൽബ്, ഒരാളുടെ മനസ്സിന് ധന്യത വേണമെങ്കിൽ, ഒരാൾക്ക് ധന്യനായിട്ടുള്ള അവസ്ഥ വേണമെങ്കിൽ അവന്റെ ഖൽബിന് ആ ധന്യത ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് അത് ഉണ്ടാവുക? അവന്റെ എല്ലാ കാര്യത്തിലും, അവന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാകുന്ന അവസ്ഥ. അള്ളാഹുവാണ് നൽകുന്നവൻ, അള്ളാഹുവാണ് തടയുന്നവൻ എന്ന ദൃഢമായ ബോധ്യം അവനുണ്ടാവുക എന്നുള്ളത്. അള്ളാഹു വിധിക്കുന്നതിൽ അവൻ തൃപ്തിപ്പെടുക, അതുപോലെ തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുക, അവന്റെ ദോഷങ്ങളിൽ അവന് ബാധിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് രക്ഷ തേടുക, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഗിനൽ ഖൽബ് ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ളത്. അതിലൂടെ മാത്രമേ ഒരാൾ ധന്യനായി തീരുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ വിശേഷണം. മൂന്നാമത്തേത് സഹോദരങ്ങളെ, ഈ ഹദീസിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു കൊടുത്തു, അൽ ഖഫി, അവൻ ഗോപ്യനായിരിക്കട്ടെ എന്നുള്ളത്. ഗോപ്യനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തി ആഗ്രഹിക്കാത്ത, ആളുകളുടെ ഇടയിൽ സ്ഥാനവും മാനവും ആഗ്രഹിക്കാത്ത, താനും തന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന, തന്റെ ഇബാദത്തുകൾ ശ്രദ്ധമായി കൊണ്ടു നടക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് അൽ ഖഫി എന്ന് പറയുന്നത്. അവൻ ആളുകൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ആളുകൾ എനിക്ക് എന്ത് വില നൽകുന്നു എന്ന് അവൻ പരിഗണിക്കുന്നേയില്ല. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള സ്ഥാനമാണ് അവൻ പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യവാന്മാരായിട്ടുള്ള, തഖ്വയുള്ള, ഖഫിയായിട്ടുള്ള, ഗോപ്യരായിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ വിശേഷണം പറയുകയാണ്, അല്ലദീന ഇദാ ഗാബു ലം യുഫ്തഖദു, അവരൊരു സദസ്സിൽ വന്നിട്ടില്ല എങ്കിൽ, അവർ വന്നില്ലല്ലോ എന്ന നിലക്ക് ആരും അന്വേഷിക്കുകയില്ല, ആർക്കും അത് തോന്നുകയില്ല. വൈൻ ഹവറു ലം യുദ്ഉ, അവർ സന്നിഹിതരായിട്ടുണ്ട് എങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന സ്ഥാനമുള്ള ആളുകളായിരിക്കില്ല. വലം യുറഫു, അവരെ അറിയപ്പെടുക പോലുമില്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ യാതൊരു സ്ഥാനമോ അറിയപ്പെടലോ അവർക്കുണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലൂബുഹും മസാബീഹുൽ ഹുദാ, അവരുടെ ഖൽബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർമാർഗത്തിന്റെ വിളക്കുകളാണ്. യഖ്റുജൂന മിൻ കുല്ലി ഖബ്റാഅ മുദ്ലിമത്തിൻ, ഇരുട്ടുണ്ടാക്കുന്ന എല്ലാ വഴികളിൽ നിന്നും, എല്ലാ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നവരാണ്. അവിടെ ഉദ്ദേശം എല്ലാ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് ഖഫി എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകളായി തീരുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വിശേഷണമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ അശ്ഗസ മദ്ഫൂഉൻ ബിൽ അബ്വാബ്, എത്ര ആളുകൾ അവർ ദരിദ്രരാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായില്ല, തടയപ്പെടുന്ന അവസ്ഥയായിരിക്കും, സ്ഥാനമോ മാനമോ ഇല്ലാത്ത അവസ്ഥ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ,
അവരെങ്ങാനും അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞാൽ, അള്ളാഹുവിന് തേടിയാൽ അള്ളാഹു അതുപോലെ അവർക്ക് അത് നടത്തി കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അങ്ങനെയുള്ള ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 വിശേഷണങ്ങൾ നാം പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക, അത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പകർത്തുക. 1 തഖ്വയുണ്ടാവുക എന്നുള്ളതാണ്, 2 ഗനിയാവുക എന്നുള്ളതാണ്, 3 ഖഫിയാവുക എന്നുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്നുള്ളത് അതിമഹത്തായിട്ടുള്ള ഒരു സ്ഥാനമാണ്. അള്ളാഹുവിനെ ഇഷ്ടം നേടുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സൃഷ്ടികളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഇഷ്ടം വിട്ടുകൊടുക്കും. അത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്നതിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയുണ്ടായി. ഇന്നല്ലാഹ ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ട് പറയും, ഇന്നി ഖദ് അഹ്ബബ്തു ഫുലാനൻ, ഞാനിതാ ഇന്നാലിന്നാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് പറയും, ഇന്നാലിന്ന വ്യക്തിയെ എനിക്കിഷ്ടമാണ്, ഫഹിബ്ബഹ്, നീ അവനെ ഇഷ്ടപ്പെടണമെന്ന് പറയും. ജിബ്രീൽ അലൈഹിസ്സലാം അടിമയെ ഇഷ്ടപ്പെടും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഫയുനാദി ഫി അഹ്ലി സമാ, ആകാശത്തുള്ള ബാക്കിയുള്ള കോടാനുകോടി അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്ര മലക്കുകൾ, ആ മലക്കുകളെ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഹിബ്ബൂഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാലിന്നടിമയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുക എന്ന് പറയും. ആ ആകാശ ലോകത്ത് ആ അടിമയെ എല്ലാ മലക്കുകളും ഇഷ്ടപ്പെടും. അങ്ങനെ സുമ്മ യൂദഉ, ആ വ്യക്തിക്കുള്ള സുമ്മ യൂദഉൽ ഖബൂൽ ലഹു ഫിൽ അർദ്, പിന്നെ ആ വ്യക്തിയോടുള്ള താല്പര്യം, ഇഷ്ടം ഭൂമിയിലേക്ക് ഇറക്കുന്ന അവസ്ഥയുണ്ടാകും. മറ്റുള്ള സൃഷ്ടികളുടെ ഇടയിലെല്ലാം, കൽബുകളിലെല്ലാം ആ വ്യക്തിയോടുള്ള ഇഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടം നേടുക എന്നുള്ളത് ദീനിൽ മഹത്തായ സ്ഥാനമാണ്. അതിനാവശ്യമായിട്ടുള്ള മഹത്തായ ഗുണങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ ഉദ്ധരിച്ചു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഫിത്ന അധികരിച്ചിട്ടുള്ള, കുഴപ്പങ്ങൾ അധികരിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഈ വിശേഷണങ്ങളോടുകൂടി ഇരിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.